ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പല ആളുകളും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് OCD അഥവാ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ. ഇന്ന് ഈ ടോപ്പിക്കിനെ കുറിച്ച് നമ്മളോടൊപ്പം സംസാരിക്കുന്നത് ലൈഫ് ലൈൻ മൈൻഡ് കെയർ സൊല്യൂഷൻസിന്റെ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ജോർജ് എഡ്വിൻ ആണ്. ഹാപ്പി വെൽക്കം ജോർജ് എഡ്വിൻ. താങ്ക് യു. ജോർജ്, ആദ്യത്തെ തന്നെ ചോദ്യം എന്ന് പറയുന്നത് വാട്ട് ഈസ് OCD? OCD എന്ന് പറയുന്നത് അബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ ആണ്. ഇതൊരു സൈക്കോളജിക്കൽ ഡിസോർഡർ. അബ്സസീവ് എന്ന് പറയുമ്പോൾ ഒരു റിപ്പീറ്റഡ് അൺവാണ്ടഡ് തോട്ട്സ് ദറ്റ് ലെഡ്സ് ടു എക്സസീവ് ബിഹേവിയർ. റിപ്പീറ്റഡ് ആയിട്ടുള്ള അൺവാണ്ടഡ് ബിഹേവിയർ അവർക്ക് വന്നുകൊണ്ടേയിരിക്കണം. ഇതാണ് മെയിൻ ആയിട്ടുള്ളത് OCD. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രോപ്പർ മാനറായിട്ട് കാണില്ല. ഇത് ഒരു നെഗറ്റീവ് തോട്ട്സ് പോലും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇത് റീസൺസ് എന്ന് പറഞ്ഞാൽ അൺനോൺ ആണ്. പക്ഷേ ഇത് റിപ്പീറ്റേറ്റീവ് ബിഹേവിയറിൽ എത്തിപ്പിക്കും. അവർ ഒരു നോർമൽ ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റില്ല. അതായത് നമ്മളൊരു ആക്ടിവിറ്റി ചെയ്യുകയാണെങ്കിൽ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ആയിട്ട് ആക്ടിവിറ്റി നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയാണോ? അതെ, അങ്ങനത്തെ. എന്തുകൊണ്ടാണ് OCD ഉണ്ടാകുന്നത്? അത് എന്തുകൊണ്ടെന്ന് എക്സാക്ട് റീസൺ നമുക്ക് അറിയാൻ പറ്റില്ല. അത് സ്റ്റിൽ അൺനോൺ ആണ്. പക്ഷേ ഇത് മേ ബി റീസൺസ് എന്ന് പറയുമ്പോൾ ചൈൽഡ്ഹുഡ് ട്രോമ ആയിട്ടിരിക്കാം, അല്ലെങ്കിൽ ഒരു ജെനറ്റിക്കൽ ഹിസ്റ്ററി ആയിട്ടിരിക്കാം. ജെനറ്റിക്കലി നേരത്തെ ഉള്ള ആൾക്കാരൊക്കെ അവരുടെ ഫാമിലിയിൽ ആരൊക്കെയെങ്കിലും ഇതുപോലത്തെ ഉണ്ടെങ്കിൽ അവർക്കും ഇതേപോലെ വരാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ സ്പെസിഫിക് റീസൺ എന്ന് പറയുമ്പോൾ നമുക്ക് എക്സാക്ട് റീസൺ പറയാൻ പറ്റില്ല. മേ ബി ഇരിക്കാം, അല്ലെങ്കിൽ ഇല്ല. ഇപ്പോൾ ചില ആളുകൾക്ക് അറിയാൻ കഴിയും തനിക്ക് OCD എന്ന പ്രശ്നമുണ്ടെന്ന്. ചില ആളുകൾക്ക് അറിയാൻ കഴിയില്ല OCD ആണോ ഇല്ലേ എന്ന്. എന്തൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട സിംറ്റംസ്? പ്രധാനപ്പെട്ട സിംറ്റംസ് എന്ന് പറയുമ്പോൾ അവർ മൂഡ് ഡിസ്റ്റർബൻസ് ആകും. മൂഡ് ഡിസ്റ്റർബൻസ് ആകുമ്പോൾ തന്നെ അവർക്ക് നോർമൽ ആക്ടിവിറ്റി ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഉള്ള ആൾക്കാർ അവർ തമ്മിൽ അറിയാൻ പറ്റില്ലെങ്കിൽ ഫാമിലിയിലുള്ള ആൾക്കാർ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഈ സൈക്കോളജിസ്റ്റിനോട് അല്ലെങ്കിൽ സൈക്യാട്രിസ്റ്റിനോട് കാണിക്കാനാണ് നല്ലത്. അതായത് പ്രധാനമായി എടുത്തു പറയാൻ കഴിയുന്ന സിംറ്റംസ് ഒന്നും OCDക്കില്ല. അങ്ങനെ പറയാൻ പറ്റും. നമുക്ക് നോർമലായിട്ടുള്ള കാര്യം പോലെ തന്നെ ആയിരിക്കും. അവർ നോർമലായിട്ട് ഒരു റീഅറേഞ്ച് ചെയ്യാൻ വെക്കുന്നത് നോർമലായിട്ട് എല്ലാവരും ചെയ്യാനുള്ളത്. പക്ഷേ OCD ഉള്ളവർ അത് തിരിച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്പർ ഓഫ് ടൈംസ് അവർ ചെയ്തുകൊണ്ടേയിരിക്കും. ആ തോട്ട്സ് ഒക്കെ വരുമ്പോൾ അവർ ഓൾറെഡി അറേഞ്ച് ചെയ്ത് വെച്ചുള്ള കാര്യങ്ങൾ വീണ്ടും ചെയ്യിപ്പിക്കാൻ അവർ ഉള്ളിലോട്ട് ഒരു ഫോഴ്സൊക്കെ അവർ ചെയ്യിപ്പിക്കാൻ വയ്ക്കും. അതാണ് ഒരു മെയിൻ ആയിട്ടുള്ള റീസൺ. അതായത് ഇപ്പോൾ ഓവർ തോട്ട്സ്, ആങ്സൈറ്റി, ഇതൊക്കെ OCDയുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണോ? അത് കുറച്ച് കണക്റ്റഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ആങ്സൈറ്റി വേറാണ്. ആങ്സൈറ്റി ഒരു ഡിഫറെൻറ്റ് സൈക്കോളജിക്കൽ ഡിസോർഡറാണ്. ആങ്സൈറ്റി എന്ന് പറയുമ്പോൾ അത് എക്സസീവ് വറി എന്ന് പറയുമ്പോൾ മെയിനായിട്ട് നെഗറ്റീവ് തോട്ട്സ് ആയിട്ടുള്ളതാണ് ആങ്സൈറ്റി. നെഗറ്റീവ് ഓർ ഫിയർഫുൾ തോട്ട്സ്, അതാണ് ഇറ്റ് ലീഡ്സ് ടു ആങ്സൈറ്റി. പക്ഷേ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ അങ്ങനെയല്ല. ഒബ്സസീവ് കമ്പൾസീവ് എന്ന് പറയുമ്പോൾ അൺവാണ്ടഡ് തോട്ട്സ് ആണ്. അതിന് ആവശ്യമുള്ള തോട്ട്സ് അല്ല. ഒരു സമയം ഒരു തോട്ട് വരുമ്പോൾ ഇഷ്ടംപോലെ തോട്ട്സ് നമ്മൾ ഉള്ളിലോട്ട് ഡെയിലി ഒരു മനുഷ്യനുള്ളിലോട്ട് വന്നുകൊണ്ടിരിക്കും. പക്ഷേ അവർക്ക് വരുന്നത് ഒരു പ്രാവശ്യമല്ല, ഇഷ്ടംപോലെ സെയിം തിങ് ദേ റിപ്പീറ്റ് ഓവർ അഗൈൻ ആൻഡ് അഗൈൻ. ഇറ്റ് ലീഡ്സ് ടു സം സോർട്ട് ഓഫ് abnormal behavior, which we saying OCD. നമ്മുടെ ഒരു ഡെയിലി ലൈഫിനെ വലിയ രീതിയിൽ ഈ OCD ബാധിക്കും. എക്സാക്ട്ലി. ഇത് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യില്ലെങ്കിൽ കമ്പൾസറി ആയിട്ട് ഫ്യൂച്ചറിലോട്ട് ഒരു വലിയ രീതിയിലൊക്കെ ബാധിക്കാൻ ചാൻസസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ പ്രൊഡക്ടിവിറ്റി, ക്രിയേറ്റിവിറ്റി, അല്ലെങ്കിൽ നമ്മുടെ വർക്ക് ലൈഫ്, പേഴ്സണൽ ലൈഫ്, റിലേഷൻഷിപ്പ്, ഇതിനൊക്കെ OCD ബാധിക്കുന്ന കാര്യമാണോ? എല്ലാം കൂടി കംപ്ലീറ്റ്ലി ബാധിക്കും. അതൊക്കെ നമുക്ക് പെട്ടെന്ന് നമുക്കൊരു ട്രീറ്റ്മെന്റ് ചെയ്യില്ലെങ്കിൽ അത് മാനേജ് ചെയ്യാൻ പറ്റാതെ ഒരു പോകുന്നുള്ള അവസ്ഥയ്ക്ക് പോകും. ഇപ്പോൾ കേരളം, തമിഴ്നാട്, ഈ രണ്ട് സ്റ്റേറ്റ്സിലും പ്രവർത്തിച്ചിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റാണ് താങ്കൾ. അതുകൊണ്ട് തന്നെ താങ്കളുടെ എക്സ്പീരിയൻസ്, താങ്കളുടെ അനുഭവങ്ങൾ ഒരുപാടുണ്ടാകും. ഇത്തരത്തിൽ OCDയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ക്ലയന്റുകൾ താങ്കളെ സമീപിക്കുകയോ പിന്നീട് അതിന്റെ എന്തെങ്കിലും ആഫ്റ്റർ എഫക്റ്റ് എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്യാമോ? സൈക്കോളജിക്കലി ലോട്ട് ഓഫ് പേഷ്യൻസ് ഒക്കെ കണ്ടിട്ടുണ്ട്. കുറച്ച് തമിഴിൽ പറയുമ്പോൾ നമുക്ക് തമിഴ്നാട്ടിൽ ഞാൻ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തു കൊടുക്കുന്ന ആൾക്കാരൊക്കെ പേഷ്യൻ്റ് ഒക്കെ വന്നിട്ടുണ്ട് OCDയിൽ, പർട്ടിക്കുലർലി ഡ്യൂറിങ് കോവിഡ് ടൈം. കൊറോണ ലോക്ക്ഡൗൺ സമയത്തിൽ പേഷ്യൻസ് ഒക്കെ ഒരുപാടൊക്കെ വന്നിട്ടുണ്ട്. OCD പേഷ്യൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ഒരു കാര്യം അവരുടെ അടുത്ത് ചോദിക്കുമ്പോൾ അവർ വേറെ എന്തെങ്കിലും ഒന്ന് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് അവർ മേജർ സിംറ്റംസ്. അത് കണ്ടിട്ടാണ് അവർ പാരൻസ് ഒക്കെ കൂട്ടിക്കൊണ്ട് വന്നതാണ്. അങ്ങനത്തെ ഒരു കൗൺസിലിങ്ങിൽ അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ശരിക്കും പറയുമ്പോൾ അവർ ഒരു കൺട്രോളിൽ ഏൽപ്പിക്കണം. കൺട്രോളിൽ ഒരു പ്രോപ്പറായിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന രീതിയിലൊക്കെ അവർ കേൾക്കാനുള്ള രീതിയിലൊക്കെ
ഫസ്റ്റ് ലിസണിങ് ഒക്കെ നന്നായിട്ട് ചെയ്യണം, അവരെന്തൊക്കെ ചെയ്യണത് അത് കണ്ടിട്ട് പിന്നെ അത് അനുസരിച്ചിട്ടാണ് നമ്മൾ ഒരു പ്രോപ്പറായിട്ട് ഒരു ഓർഡർ വൈസ് മാനറായിട്ട് അവർ പഠിപ്പിക്കണം. അങ്ങനെ പഠിപ്പിച്ച് തന്നെ അവർ ഒരു ട്രീറ്റ്മെൻറ്റ് നന്നായിട്ട് അവർക്ക് നോർമലാക്കി കൊണ്ടുവരാൻ പറ്റും. പക്ഷേ ഇത് ട്രീറ്റ്മെൻറ്റ് ശരിക്കും പറഞ്ഞാൽ ഒരു ക്രോണിക് ഡിസോർഡർ പോലെയാണ്. സോ ക്രോണിക് ഡിസോർഡർ എന്ന് പറയുമ്പോൾ ഒരു ലോങ് ടൈം ഡിസീസാണ്. സോ ലോങ് ടൈം സൈക്കോളജിക്കൽ ഡിസീസ്. സോ ഇതൊക്കെ ഇഷ്ടംപോലെ മെഡിക്കേഷൻസ് ആവശ്യമുണ്ടെന്ന് പറയുമ്പോൾ മെഡിക്കേഷൻസ് കൗൺസിലിംഗ് ട്രീറ്റ്മെൻറ്റ് മാത്രമല്ല. സോ ഈവൻ മെഡിക്കേഷൻസ് ഫ്രം സൈക്യാട്രിസ്റ്റ് ഓൾസോ നീഡഡ്. ഇപ്പോൾ ഈ OCD ഇതിന്റെ സ്റ്റാർട്ടിങ് ടൈം ആണെങ്കിൽ നമുക്ക് എങ്ങനെ സ്വന്തമായിട്ട് ഇത് ഹാൻഡിൽ ചെയ്യാൻ കഴിയും? ഒരു സൈക്യാട്രിസ്റ്റിന്റെ ഹെൽപ്പ് ഇല്ലാതെ സ്വന്തമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? സ്വന്തമായിട്ട് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ അവർ തമ്മിൽ ഒരു കൺട്രോൾ വേണം. പക്ഷേ അത് കാണത്തില്ല. OCDൻ്റെ ഒരു മെയിൻ ഇഷ്യൂ അതാണ്. അവർ അൺകൺട്രോളബിൾ ആയിട്ട് അവർ എക്സസീവ് തോട്ട്സ് ആയിട്ട് പോകുന്നത്, ഒരു അൺവാണ്ടഡ് തോട്ട്സ് ആയിട്ട് പോകുന്നതാണ് ഈ ബിഹേവിയറിലോട്ട് എത്തിപ്പിക്കും. പക്ഷെ അങ്ങനെ ഉള്ള ആൾക്കാർക്ക് സ്വന്തമായിട്ട് ചെയ്യുന്നത് വളരെ കുറവാണ്. പക്ഷെ അങ്ങനെ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഫാമിലി സപ്പോർട്ടൊക്കെ വേണമെന്നുള്ളത് പറയുന്നത്. ഫാമിലിയിലുള്ള ആൾക്കാർ അവർക്ക് സപ്പോർട്ട് ചെയ്യണം. അതിൻ്റെ കുറിച്ച് ഒരു നോളേജ് അവർക്ക് അങ്ങനെ പ്രോപ്പറായിട്ട് ഇപ്പോഴുള്ള സിറ്റുവേഷനിൽ അങ്ങനെ എത്ര എഡ്യൂക്കേഷനുള്ള പാരൻസും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമുക്ക് എന്താ ഒരു സിംറ്റംസ് ഐഡൻറ്റിഫൈ ചെയ്ത ആ സമയം തന്നെ ഒരു സൈക്കോളജിസ്റ്റിനെ എത്തിച്ച് കാണിക്കണം. അതാണ് ഒരു ബെറ്റർ സൊല്യൂഷൻ ഇതിനെക്കുറിച്ച്. ഒരു ഫാമിലി സപ്പോർട്ട് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ. അതെ. പക്ഷെ പല ആളുകളും ഈ കാര്യം ഇപ്പോൾ OCD ആണ് എന്ന് പല ആളുകൾക്കും റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കാറില്ല. അങ്ങനെയാണെങ്കിൽ ഫാമിലിക്ക് എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയും? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സോ ഇങ്ങനെ ഒരു ആദ്യം നമുക്കൊരു അബ്നോർമൽ ബിഹേവിയർ പോലെ അവർ നോർമലായിട്ടുള്ള ബിഹേവിയർ അവർക്ക് നമുക്കറിയാം. ഇപ്പോൾ പിള്ളേരൊക്കെ ഡെയിലി അവർ കാണുന്നതല്ലേ. സോ ഡെയിലി അവർ എന്തൊക്കെ ചെയ്യും, ഏതൊക്കെ പുതിയതായിട്ട് അവർ ചെയ്യാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുവാണ് നമ്മൾ ഡെയിലി നോക്കണത്. സോ ഫോണിലെ കുത്തിക്കൊണ്ടിരിക്കുമ്പോൾ അത് കാണാൻ പറ്റില്ല. സോ വൺസ് അവർ പിള്ളേരൊക്കെ എന്താ ചെയ്യണം അത് ഒന്ന് നോക്കണം. ഡെയിലിയും പാരൻസ് അത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് മെയിൻ ആയിട്ടുള്ളത്. സോ അവർ തന്നെ നോക്കിയിട്ട് അത് സിംസ് അബ്നോർമൽ എന്ന് അറിയുമ്പോൾ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു സൈക്കോളജിസ്റ്റ് കാണാനാണ് ഒരു ബെറ്റർ ഓപ്ഷൻ. മെന്റൽ ഹെൽത്ത് അവയർനെസ് സീരീസിൽ ഇന്ന് നമ്മളോടൊപ്പം സംസാരിച്ചത് ലൈഫ് ലൈൻ മൈൻഡ് കെയർ സൊല്യൂഷൻസിന്റെ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ജോർജ് എഡ്വിൻ ആണ്. താങ്ക് യു ജോർജ് എഡ്വിൻ. താങ്ക് യു.